JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ട്രേഡ്സ്മാൻ പോളിമർ ടെക്നോളജി PSCയുടെ പരീക്ഷ വരാൻ പോവുകയാണ്. അതിനുവേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ സിലബസ് പ്രകാരമുള്ള പ്രീവിയസ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളാണ്, സെലക്ട് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സെലക്റ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ പോളിമർ സയൻസ്? ആധുനിക പോളിമർ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക പോളിമർ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ പോളിമർ സയൻസ്? ആരാണ്? ആർക്കെങ്കിലും അറിയാവോ ആരാണ്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഏതാണ്? ഹെർമൻ സ്റ്റോഡിംഗർ. ഹെർമൻ സ്റ്റോഡിംഗർ ആണ് ആധുനിക പോളിമർ ശാസ്ത്രത്തിന്റെ പിതാവ്. അടുത്ത ക്വസ്റ്റ്യൻ. മോണോമേഴ്സ് യൂസ്ഡ് ഇൻ അഡീഷൻ പോളിമറൈസേഷൻ ഈസ് ഡാഷ്. അതായത് പോളിമറൈസേഷന് പുറമെ ഉപയോഗിക്കുന്ന മോണോമറുകൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോണോമേഴ്സ് യൂസ്ഡ് ഇൻ അഡീഷൻ പോളിമറൈസേഷൻ ഈസ് ഡാഷ്. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. പോളിസ്റ്റർ ഫൈബർ ആർ പ്രിപ്പയർഡ് ബൈ. പോളിസ്റ്റർ ഫൈബർ ആർ പ്രിപ്പയർഡ് ബൈ. പോളിസ്റ്റർ ഫൈബർ തയ്യാറാക്കുന്നത് ഡാഷ് വഴിയാണ്. ഏതു വഴിയാണ് പോളിസ്റ്റർ ഫൈബർ തയ്യാറാക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? മെൽറ്റ് സ്പിന്നിങ് വഴിയാണ് അല്ലേ? പോളിസ്റ്റർ ഫൈബർ ആർ പ്രിപ്പയർഡ് ബൈ മെൽറ്റ് സ്പിന്നിങ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫങ്ഷണാലിറ്റി ഓഫ് അഡിപിക് ആസിഡ് ഈസ്. ഫങ്ഷണാലിറ്റി ഓഫ് അഡിപിക് ആസിഡ് ഈസ്. അതായത് അഡിപിക് ആസിഡിന്റെ പ്രവർത്തനം ഡാഷ് ആണ്. എന്താണ്? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, 2 ആണല്ലേ. ഫങ്ഷണാലിറ്റി ഓഫ് അഡിപിക് ആസിഡ് ഈസ് 2. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് പോളിമർ ഈസ് യൂസ്ഡ് ഇൻ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ്? അതായത് ഈ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റുകളിൽ ഉപയോഗിക്കുന്ന പോളിമർ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റുകളിൽ ഉപയോഗിക്കുന്ന പോളിമർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, കെവ്ലാർ. കെവ്ലാർ ആണ് ശരി ഉത്തരം. കെവ്ലാർ. വിച്ച് പോളിമർ ഈസ് യൂസ്ഡ് ഇൻ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ്? കെവ്ലാർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following polymers can be synthesized by ring opening polymerization? അതായത് ഈ താഴെ പറയുന്നവയിൽ ഏതാണ് റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ വഴി സമന്വയിപ്പിക്കാൻ കഴിയുക? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, നൈലോൺ 6 ആണല്ലേ. നൈലോൺ 6. നൈലോൺ 6 polymers can be synthesized by ring opening polymerization. അടുത്ത ക്വസ്റ്റ്യൻ. Which protein plays a role in the lattice coagulation mechanism by bridging between rubber particles? അതായത് ഈ റബ്ബർ കണികകൾക്കിടയിൽ പാലം സ്ഥാപിച്ച് ലാറ്റക്സ് ശീതീകരണ സംവിധാനത്തിൽ ഏത് പ്രോട്ടീനാണ് പങ്കുവഹിക്കുന്നത്? ഏത് പ്രോട്ടീനാണ് പങ്കുവഹിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഹെവീൻ ആണ് ശരി ഉത്തരം. ഹെവീൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കമ്പോണന്റ് വിച്ച് ഹാസ് ദ മാക്സിമം കോമ്പോസിഷൻ ഇൻ ദ ഹെവിയർ റബ്ബർ ലാറ്റക്സ്. അതായത് ഈ ഹെവിയർ റബ്ബർ ലാറ്റക്സിൽ
ഏറ്റവും കൂടുതൽ ഘടനയുള്ള ഘടകം ഏതാണെന്ന് തിരിച്ചറിയുക. ഐഡന്റിഫൈ ദ കമ്പോണന്റ് വിച്ച് ഹാസ് ദ മാക്സിമം കോമ്പോസിഷൻ ഇൻ ദ ഹെവിയർ റബ്ബർ ലാറ്റക്സ്. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, വാട്ടർ ആണല്ലേ, വാട്ടർ. ഹെവിയർ റബ്ബർ ലാറ്റക്സിൽ ഏറ്റവും കൂടുതൽ ഘടനയുള്ള ഘടകം ഏതാണ്? വാട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ. In the production of PLC, yellow pigments can be destroyed by. അതായത് ഈ PLCയുടെ ഉൽപാദനത്തിൽ മഞ്ഞ പിഗ്മെന്റുകളെ നശിപ്പിക്കാൻ കഴിയുന്നത്, ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം എന്ന് ആലോചിച്ച് നോക്കിയേ. ഇൻ പ്രൊഡക്ഷൻ ഓഫ് PLC, yellow pigments can be destroyed by. ഓപ്ഷൻ സി ആണല്ലേ, ഫ്രാക്ഷണൽ കൊയാഗുലേഷൻ. ഫ്രാക്ഷണൽ കൊയാഗുലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. The concentration of ammonia used for preserving field latex is. The concentration of ammonia used for preserving field latex is dash. ഫീൽഡ് ലാറ്റക്സ് സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന അമോണിയയുടെ സാന്ദ്രത ഡാഷ് ആണ്. എത്രയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, 1% by weight on latex. 1% by weight on latex. The concentration of ammonia used for preserving field latex is 1% by weight on latex. അടുത്ത ക്വസ്റ്റ്യൻ. Which among the tapping system is adopted 1 or 2 years before replanting or replacing crop? അതായത് ഈ വീണ്ടും നടുന്നതിനോ പകരം വിള നടുന്നതിനോ 1-2 വർഷം മുമ്പ് സ്വീകരിക്കുന്ന ടാപ്പിംഗ് രീതി ഏതാണ്? അതായത് വീണ്ടും നടുന്നതിനോ പകരം വിള നടുന്നതിനോ 1-2 വർഷം മുമ്പ് സ്വീകരിക്കുന്ന ടാപ്പിംഗ് രീതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സ്ലോട്ടർ ടാപ്പിംഗ് എന്നാണ് പറയുന്നത് അല്ലെ. സ്ലോട്ടർ ടാപ്പിംഗ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കേട്ടിട്ടുണ്ടാവും അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ. നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് ക്യാൻ ബി കൊയാഗുലേറ്റഡ് യൂസിങ് ഡാഷ്. അതായത് ഈ ഡാഷ് ഉപയോഗിച്ച് പ്രകൃതിദത്ത റബ്ബർ ലാറ്റക്സ് കട്ട പിടിക്കാൻ കഴിയും. ഏതുപയോഗിച്ചാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതുപയോഗിച്ചാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഫോമിക് ആസിഡ് ഉപയോഗിച്ചാണല്ലേ. ഫോമിക് ആസിഡ് ഉപയോഗിച്ച് പ്രകൃതിദത്ത റബ്ബർ ലാറ്റക്സ് കട്ട പിടിക്കാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓഫ് നാച്ചുറൽ റബ്ബർ ഈസ്. ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓഫ് നാച്ചുറൽ റബ്ബർ ഈസ്. അതായത് ഈ പ്രകൃതിദത്ത റബ്ബറിന്റെ ഗ്ലാസ് സംക്രമണ താപനില ഡാഷ് ആണ്. എത്രയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, -70 ഡിഗ്രി സെൽഷ്യസ്. -70 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓഫ് നാച്ചുറൽ റബ്ബർ ഈസ് -70 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ക്വസ്റ്റ്യൻ. സർജിക്കൽ ഗ്ലോവ്സ് ആർ മാനുഫാക്ചേർഡ് ബൈ. അതായത് സർജിക്കൽ ഗ്ലാസുകൾ നിർമ്മിക്കുന്നത്. സർജിക്കൽ ഗ്ലോവ്സ് ആർ മാനുഫാക്ചേർഡ് ബൈ. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ഡിപ്പിംഗ് വേണം അല്ലെ. സർജിക്കൽ ഗ്ലോവ്സ് ആർ മാനുഫാക്ചേർഡ് ബൈ ഡിപ്പിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. പാർത്തീനിയം അർജന്റാൻഡം ഈസ് കോമൺലി നോൺ ആസ്. അതായത് ഈ പാർത്തീനിയ അർജനാറ്റം സാധാരണയായി അറിയപ്പെടുന്നത്. പാർത്തീനിയം അർജനാറ്റം ഈസ് കോമൺലി നോൺ ആസ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ഗോയിൽ റബ്ബർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രോ ഡെക്കൻറ്റേഷൻ ഈസ് റിലേറ്റഡ് വിത്ത്. അതായത് ഇലക്ട്രോ ഡെക്കൻറ്റേഷൻ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായിട്ടാണ് ഡെക്കനേഷൻ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഡെക്കറേഷൻ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇലക്ട്രോ ഡെക്കനേഷൻ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് ലാറ്റക്സ്.
Electrodecoration is related with concentration of latex. അടുത്ത question. Linear low density polyethylene is a copolymer of ethylene and a small fraction of dash. Linear low density polyethylene is a copolymer of ethylene and a small fraction of dash. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? അതായത് ലീനിയർ ലോ ഡെൻസിറ്റി പോളിത്തിലീൻ എത്തിലിന്റെയും ഡാഷിന്റെ ഒരു ചെറിയ ഭിന്നസംഖ്യയുടെയും ഒരു കോപാളിയാണ്, കോപോളിമർ ആണ്. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, ബ്യൂട്ടീൻ ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. In a Lesengin's test for the detection of halogens, the sodium fusion extract is first boiled with concentrated nitric acid. This is performed to. അതായത് ഹാലോജനുകൾ കണ്ടെത്തുന്നതിനുള്ള ലസൈൻസ് പരിശോധനയിൽ സോഡിയം ഫ്യൂഷൻ സത്ത് ആദ്യം സാന്ദ്രീകൃത നൈട്രിക് ആസിഡ് ഉപയോഗിച്ച് തിളപ്പിക്കുന്നു. ഇത് ഡാഷ് എന്ന് അറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ബി സി ഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഡീകമ്പോസ് Na2S ആൻഡ് NaCN. In Lesengin's test for the detection of halogens, the sodium fusion extract is first boiled with the concentrated nitric acid. This is performed to decompose Na2S and NaCN. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following fiber is known as a dacron? അതായത് ഈ താഴെ പറയുന്നവയിൽ ഏത് നാരാണ് ഡാക്രോൺ എന്നറിയപ്പെടുന്നത്? ഏത് നാരാണ് ഡാക്രോൺ എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, പോളിസ്റ്റർ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. റീസോൾ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡാഷ്. അതായത് റീസോൾ ഒരു ഉദാഹരണമാണ്. എന്താണ് ഉദാഹരണം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, തെർമോസെറ്റിംഗ് പോളിമർ. റീസോൾ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ തെർമോസെറ്റിംഗ് പോളിമർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is a thermoplastic polymer? താഴെ പറയുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാണ് തെർമോപ്ലാസ്റ്റിക് പോളിമർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, PVC ആണല്ലേ, PVC is a thermoplastic polymer. അടുത്ത ക്വസ്റ്റ്യൻ. The catalyst used in the polymerization of propylene is. Catalyst used in polymerization of propylene is. അതായത് ഈ പ്രൊപ്പലീന്റെ പോളിമറൈസേഷനിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, TCl4 + AI(C2H5) ആണല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The term tenacity is associated with. അതായത് tenacity എന്ന പദം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? The term tenacity is associated with. ഓപ്ഷൻ ഡി ആണല്ലേ, ഫൈബറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ, ഫൈബറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following grade of polystyrene is well suited for the purpose of insulating applications? അതായത് ഇൻസുലേറ്റിംഗ് ആപ്ലിക്കേഷനുകളുടെ ഉദ്ദേശത്തിന് താഴെ പറയുന്നതിൽ ഏത് ഗ്രേഡ് പോളിസ്റ്ററാണ് ഏറ്റവും അനുയോജ്യം? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ, എക്സ്പാൻഡബിൾ. അടുത്ത ക്വസ്റ്റ്യൻ. An example for Dainese
used in the manufacture of EPDM is. അതായത് EPDM നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന സൈഡുകളുടെ ഒരു ഉദാഹരണം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്, കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. all the above mentioned. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.